അതൊരു ചെറിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ ഒരു ഫ്ലൈയിങ് സ്ക്വാഡ് പോയിട്ട് പരിശോധന നടത്തി വളരെ ചെറിയ കാര്യമല്ലേ സ്മൃതി? കാരണം വെച്ചാൽ അപമാനിക്കുകയാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ ജയിലിലല്ലേ? അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു എന്താ പറയുക, സെർവിങ് ചീഫ് മിനിസ്റ്ററിനെ പിടിച്ച് ജയിലിലാക്കി. അതേപോലെ ഹേമന്ത് സോറിനെ ജയിലിലാക്കി. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നടത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. NCPയെ പിളർത്തി അജിത് പവാറിനെ കൊണ്ടുവന്നു. ഈ രീതിയിലൊക്കെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത്, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ വ്യാഖ്യാനമുണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ പ്രസംഗമൊക്കെ നടത്തുമ്പോഴും BJPയെ ആന്തരികമായി ഭയപ്പെടുത്തുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പോലും 165 സീറ്റുകളിൽ അവർ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് അവരുടെ ഒരു ആഭ്യന്തര സർവേ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ആ 404 സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് 101 സീറ്റുകൾ സിറ്റിംഗ് MP-മാരായിട്ടുള്ള 101 പേർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ 3-1 പേർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റ് എന്താ കൊടുക്കാത്തത്? അവർ തോറ്റുപോകുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ. ഇപ്പം ഒരാൾ ജയിച്ചു വരും ഉറപ്പുണ്ട് എങ്കിൽ നിശ്ചയമായും അയാൾക്ക് സീറ്റ് കൊടുക്കും. കാരണം ജയം തന്നെയാണല്ലോ പ്രധാനം. ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, കരുവന്നൂര് എന്ന് പറയുന്ന വിഷയം, CMR എക്സാലോജിക്ക് വിഷയം, ക്ഷേമ പെൻഷൻ്റെ വിഷയം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയം തന്നെയാണ്. അതിനകത്തൊന്നും തർക്കമില്ല. അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച ചെയ്യപ്പെടുന്നത് 2 മുന്നണികൾക്കിടയിലാണ്. അത് LDFനും അതുപോലെ UDFനും ഇടയിലാണ് ആ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾ എന്ന് പറയുന്ന വോട്ടർമാർ, മലയാളി സമൂഹം, അവർ 3 മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ജനതയാണ്. അവരെ അന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അവർക്ക് വലിയ ആകാംക്ഷയുണ്ട്. ഇപ്പോൾ പൗരസ്വാതന്ത്ര്യം, നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് പൗരസ്വാതന്ത്ര്യം, പൗരാവകാശം എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ ചിന്തിക്കുന്നുണ്ടാവുക. അത് രാജ്യം ഒരു മതേതര ജനാധിപത്യ സമൂഹമായിരിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനാധിപത്യവാദികളായ മതേതരവാദികളായ ഒരു വലിയ വോട്ടിംഗ് വിഭാഗമാണ് മലയാളികൾ. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവർ ഈ ഗണപതി വട്ടത്തിലൊന്നും വീഴില്ല, അല്ലെങ്കിൽ അവർ ഈ ഏക സിവിൽ കോഡിലൊന്നും വീഴില്ല. കാരണം വെച്ചാൽ ഈ ഗണപതി വട്ടവും ഈ പറയുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് കേരളത്തിലൊരു കാര്യവും വർക്ക് ചെയ്യില്ല എന്ന് നന്നായിട്ട്, അല്ലെങ്കിൽ കേരള സ്റ്റോറി കടത്തിവിട്ടാൽ ആ കേരള സ്റ്റോറിയിലൂടെ ഒരു വോട്ട് പെർസെൻറ്റേജ് ഇപ്പുറത്തേക്ക് മറിച്ചിടാമെന്നും അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ഇന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള വേവിനെ എങ്ങനെയെങ്കിലും വഴിതിരിച്ച് തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് വിടാവുന്നൊരു ശ്രമം നടത്തുന്നതെന്നേ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം പറയും. അത് പറയുന്നതിനകത്ത് കഴിവുള്ള ആളുകളാണ്, മിടുക്കുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് പറയാതിരിക്കുന്നത്? അത് കേരളത്തിൻ്റെ മഹത്വമാണ്. അതിവിടെ വേവില്ല എന്ന് നന്നായിട്ടറിയാം. പിന്നെ കരുവന്നൂർ പറഞ്ഞോളൂ, അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുന്നതെന്ന് BJP വിലയിരുത്തിക്കോണം. അതുപോലെ തന്നെ എക്സാലോജിക്ക് പറഞ്ഞോളൂ, ആരാണ് അതിൻ്റെ ഗുണഭോക്താവാകുന്നത്, ആകാൻ പോകുന്നത്? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ് മുക്ത ഭാരതമല്ലേ? ആ കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ കരുവന്നൂർ പറഞ്ഞാൽ, ഇവിടെ എക്സാലോജിക്ക് പറഞ്ഞാൽ, ഇവിടെ ക്ഷേമ പെൻഷൻ്റെ പ്രശ്നം പറഞ്ഞാൽ അതെല്ലാം തിരിച്ചടിയാകുന്നത് യഥാർത്ഥത്തിൽ LDFനും അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന UDFനുമാണ്. അതിൽ നിന്നൊരു ഒറ്റ വോട്ട് BJPയുടെ വോട്ട് പെട്ടിയിൽ വീഴില്ല, ഒരു സംശയം വേണ്ട. കാരണം മലയാളികൾ CMRലിനപ്പുറത്ത്, എക്സാലോജിക്കിനപ്പുറത്ത് ഈ പറയുന്ന മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വലിയ വില കൽപ്പിക്കുന്ന ഒരു ജനതയാണ്. അവരുടെ വിചാരം എന്ന് പറയുന്നത് ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളുടേത് ഒരു ഫെഡറൽ സംവിധാനമാണ്. ഇവിടെ എല്ലാ മതങ്ങളും ഇൻക്ലൂസീവായ ഒരു സംവിധാനത്തിൽ തന്നെ പുലർന്നു പോകണം. ഇവിടെ ജനാധിപത്യം നിൽക്കണം. നേരത്തെ സ്മൃതി ചോദിച്ചില്ലേ, ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, അത്തരത്തിലുള്ള ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഏകപക്ഷീയമായി വേട്ടയാടുന്നത് മലയാളിക്ക് ബോധ്യമില്ലേ? അവർ കൃത്യമായി പത്രം വായിക്കുന്നവരും ചാനൽ കാണുന്നവരൊക്കെയാണ്. അവർക്ക് ഇതേക്കുറിച്ച് കൃത്യമായി വിലയിരുത്തണം. നിങ്ങളൊന്ന് പുറത്തിറങ്ങി സംസാരിച്ച് നോക്കുന്നേ. അപ്പോൾ ആളുകൾക്ക് ആ കൃത്യമായ ബോധ്യമുണ്ട്. അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഈ കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് BJP വിഴുങ്ങാൻ ശ്രമിക്കുന്നത്, ഈ കേന്ദ്ര സർക്കാർ വിവിധ നിയമങ്ങളിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഈ പറയുന്ന മലയാളികൾ. അതുകൊണ്ട് കേരളത്തിൽ എന്തായാലും ആസ് ഓഫ് നൗ, ഈ നിമിഷം ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന ഒരു BJP തന്ത്രവും വിലപ്പോവില്ല. അവർ പരമാവധി വന്നാൽ 1%, 2% വോട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതല്ലാതെ യാതൊരു അനക്കവും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കില്ല. അത് BJPക്ക് അനുകൂലമായി സംഭവിക്കില്ല. അവസാനത്തെ ശ്രമമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 11 ദിവസത്തിന് ശേഷം ഇലക്ഷൻ ബൂത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നൊരു ജനതയെ അഭിസംബോധന ചെയ്ത് LDFനെതിരെ സംസാരിക്കണമെങ്കിൽ ആ ആൻറ്റി ഇൻകംബൻസിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് മാത്രം നോക്കിയിട്ടുള്ള ഒരു തന്ത്രമാണ്. അത് വിലപ്പോകില്ല. അത് അടിസ്ഥാനപരമായി ഏതെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസും UDFുമാണ്. ആ അർത്ഥത്തിൽ ആ തന്ത്രം പാളി എന്ന വിലയിരുത്തലായിരിക്കും. Meet the editors.